മല്ലിക സാരാഭായി വീണ്ടും ഇടതുപക്ഷത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ലോക പ്രശസ്ത നർത്തകിയാണ് മല്ലിക സാരാഭായി. പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കൊടുത്ത് രാജ്യം ആദരിച്ച പ്രമുഖമായ വ്യക്തിത്വത്തിന് ഉടമയാണ്. ഗുജറാത്ത് സ്വദേശിയാണ്. ഗുജറാത്തിലാണ് അവരുടെ ജനനം എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി സർക്കാർ അവരെ നിയമിച്ചു. 2022 നിയമിച്ചത്. അപ്പോൾ അവരെ നിയമിക്കുവാനുള്ള പ്രധാന കാരണമായിട്ട് അന്ന് ജനങ്ങൾ മീഡിയകളൊക്കെ ഇത് എഴുതിയതെന്ന് പറയുന്നത്, അവർ ഒന്നാമത് ഏറ്റവും നല്ല സംഘവിരോധിയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നഖശിഖാന്തം എതിർക്കുന്നവരാണ്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വളരെ നഖശിഖാന്തമായിട്ട് എതിർക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് മല്ലിക സാരാഭായി. അതുകൊണ്ടായിരിക്കാം അവർക്ക് നിയമനം കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. അതെന്താകട്ടെ, ഇപ്പോഴത്തെ കാര്യമെന്ന് പറയുന്നത്, അവിടെ അവരിപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തിരിക്കുന്ന വെളിപ്പെടുത്തൽ, കാരണം ഇപ്പോൾ ആ സർവകലാശാലയെ ഡീംഡ് യൂണിവേഴ്സിറ്റി, അതായത് കൽപ്പിത സർവകലാശാലയെ മാറ്റുകയും അവിടെയുള്ള ഗുമസ്തന്മാർക്ക് വരെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് നിയമനം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ രജിസ്ട്രാറും വൈസ് ചാൻസലറും ഒഴിച്ചാർക്കും ഇംഗ്ലീഷ് കൈകാര്യം പോലും ചെയ്യാൻ അറിയില്ല. പാർട്ടിക്കാരെ നിയമിക്കുകയാണെങ്കിൽ പോലും അത് അറിവുള്ള പാർട്ടിക്കാരെ നിയമിക്കണമെന്നാണ് അവർ പറയുന്നത്. മൊത്തത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെളിപ്പെടുത്തൽ, അവരെപ്പോലെ ഒരു ലോകപ്രശസ്തയായ ഒരു നർത്തകി പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, മാത്രമല്ല കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് വലിയ വിവാദമുണ്ടാക്കുമെന്ന് വലിയൊരു സംശയമൊന്നുമില്ല. കാരണം ശരിയായിട്ട് ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ കഴിവുള്ളവർ പോലും അവരുടെ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നത, കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തരമെന്ന് പറഞ്ഞ് നടിക്കുന്ന നമുക്ക് ഇട്ട് കിട്ടിയ വലിയൊരു കുത്താണത്. അപ്പോൾ എന്തായാലും അത് വെട്ടിലായിരിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെ വിട്ട് ആദ്യമായിട്ട് അവർ ഇതുമല്ല പ്രശ്നമായത്, ആശാസമരത്തെ പിന്തുണച്ചുകൊണ്ട് മല്ലിക സാരാഭായിയുടെ വാക്കുകളുണ്ടായിരുന്നു. ആശാസമരത്തെ അവർ അതും ഇടതുപക്ഷത്തെ വെട്ടിലാക്കിയ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ലോക നിലവാരത്തിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം എന്നുള്ളതിനെ അക്ഷരാർത്ഥത്തിൽ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് മല്ലിക സാരാഭായി. ആ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലുള്ള ഉദ്യോഗസ്ഥർ, കൽപ്പിത സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങേയറ്റം അപമാനിക്കപ്പെടുകയാണ്.